ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ്, നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ കുറച്ച് സ്കേർട്സിനെ പറ്റിയാണ് പറയുന്നത്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് അടിപൊളി സ്കേർട്ട് ആയിട്ടാണ്, അഫോർഡബിൾ സ്കേർട്ട് ആണ് കേട്ടോ. 300 rupees അകത്തുള്ള സ്കേർട്ടുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലേ. ഇപ്പൊ എല്ലാവർക്കും താല്പര്യമുള്ള, ഏറ്റവും വേറെ ഇഷ്ടമുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിലോട്ട് പോവാം. ബൈ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്കേർട്ട് ആയിരിക്കും. കാര്യം എല്ലാ റീൽസിലും ഒക്കെ കൂടുതലും ആളുകൾ റിവ്യൂ എടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇട്ട് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഇത്. വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 274 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന് 300 അടുപ്പിച്ചേ ഉള്ളൂ. ഒരുപാട് വെയിറ്റിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആക്ച്വലി ഇതൊരു വൈറ്റ് സ്കേർട്ടാണ്. വൈറ്റിനകത്ത് ചെറിയ ഡിസൈൻ വരുന്ന സ്കേർട്ടാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് നിഴലടിക്കും. ഇതിന് ലൈനിങ് ഇല്ല അടിയിൽ. ലൈനിങ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. വേറെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയില്ല ഇത് കണ്ടിട്ട്. എന്റെ സൈസ് 34 ആണ് കേട്ടോ. ഞാൻ ഇത് വാങ്ങിയത് 34 തന്നെയാണ്. എന്റെ സെയിം അളവുള്ളവരാണെന്നുണ്ടെങ്കിൽ 32 മേടിക്കുന്നതായിരിക്കും സെറ്റ് കേട്ടോ. എനിക്കിത് ലൂസൊന്നും അല്ല, ഫിറ്റ് ആണ്. പക്ഷെ ഇത് കുറച്ചൊരു ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ 32 മേടിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇത് നല്ലൊരു സ്കേർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സ്കേർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ചിലപ്പോ പെയർ ചെയ്യാൻ ബോറായിരിക്കും. വലിയ ബോറായിരിക്കില്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഒരു എന്താ പറയാ, ഒരു നല്ല ലുക്ക്, ഒരു ബ്രൈറ്റ് ലുക്ക് വരണമെങ്കിൽ ഇതിന്റെ കൂടെ റെഡ് തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇതിന്റെ കൂടെ റെഡ് ആണ് കേട്ടോ വെയർ ചെയ്യാറുള്ളത്. ഇത് ഞാൻ വാങ്ങിയിട്ട് ആക്ച്വലി കുറച്ച് നാളായി. ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് ടൈമിൽ എന്തോ വാങ്ങിയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ ഇത്. പക്ഷെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് ഏകദേശം ഒരു 3-4 വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ്. ലൈനിങ് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. നല്ല മെറ്റീരിയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അടുത്തത് വന്നിട്ട് ഒരു ഡെനിം സ്കേർട്ടാണ് കേട്ടോ. ഒരുപാട് റീൽസിലും മറ്റും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കേർട്ടാണ്. ഞാനും ഇത് അങ്ങനെ വാങ്ങിക്കുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ കാണുന്നത് ഒരു ഷോ ബട്ടൺ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ഷോ ബട്ടൺ അല്ല, ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വെയർ ചെയ്യുമ്പോൾ, നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ ഇത് വെയർ ചെയ്യുകയാണെങ്കിൽ ഇതിനടിയിലൊരു അണ്ടർ സ്കേർട്ടോ അല്ലെങ്കിൽ ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും വെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ചോയ്സ്. പിന്നെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ ലൈറ്റ് ബ്ലാക്ക് ഡെനിം സ്കേർട്ടും ഞാൻ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്താണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബെൽറ്റ് ഇട്ട് വെയർ ചെയ്യാനാണ്. അപ്പൊ അതിനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട്. ഞാനിത് 34 സൈസിനാണ് മേടിക്കുന്നത്. എനിക്കിത് അത്യാവശ്യം ഫിറ്റ് ആണ് കേട്ടോ. 34 തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. വലിയ ലൂസായിട്ടൊന്നും തോന്നിയില്ല. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള ഇതിന്റെ വില എന്ന് പറയുന്നത് 281 രൂപയാണ് കേട്ടോ. ഇപ്പൊ അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു, പൊടിക്ക് കുറഞ്ഞിട്ട് 71 മറ്റോ ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിലയിലൊക്കെ വ്യത്യാസം വരും. വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടൊരു 10, 20, 30 രൂപയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ചോയ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഏക ഒരു ഇതെന്ന് പറയുന്നത് ഓപ്പൺ ബട്ടൺ ഓപ്പൺ ആണ്. വെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അത് അടിപൊളി. ഇത് വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള സ്കേർട്ടിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. വെറൈറ്റി എന്ന് പറയാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ സ്കേർട്ടാണ്. സ്കേർട്ട് വെറൈറ്റി ആവാൻ കാര്യം ഈ ഡിസൈൻ ആണ് കേട്ടോ. കയറ്റിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സ്കേർട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചെക്കാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യണമെങ്കിൽ ബ്ലാക്കിന്റെ കൂടെയോ വൈറ്റിന്റെ കൂടെയോ വെയർ ചെയ്യാം. അടിപൊളിയാണ്. രണ്ടിന്റെയും കൂടെ അടിപൊളിയാണ്. വൈറ്റ് ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ. വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി എറിച്ച് നിൽക്കും. ബ്ലാക്കും കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല. ഇതിന്റെ കൂടെ ബ്ലാക്കിന്റെ കൂടെയും നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബട്ടൺസ് വന്നിട്ട് ഷോ ബട്ടൺ ആണ്. നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ലൈനിങ് ഒന്നുമില്ല, പക്ഷെ വെള്ളടിക്കില്ല കേട്ടോ. കോട്ടൺ ആണ് കേട്ടോ. തനി കോട്ടൺ മെറ്റീരിയൽ ആണ്. ഞാൻ മേടിക്കുന്നത് 299 രൂപയ്ക്കാണ് കേട്ടോ. ഇപ്പോഴും അത് ആ റേറ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് ഞാൻ ആദ്യമേ രണ്ട് തവണ ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. കാര്യം ഞാൻ ആദ്യം വാങ്ങിക്കുന്നത് 34 സൈസിനായിരുന്നു. 34 സൈസിന് എടുത്തപ്പോൾ എനിക്ക് കുറച്ച് ലൂസ് ആയിരുന്നു. അങ്ങനെ ഞാൻ റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും ഓർഡർ ചെയ്തതാണ്. 32-നാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. പക്ഷെ അതും എനിക്ക് ഫിറ്റ് ആണ്, പക്ഷെ കുറച്ചൊരു ലൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മീഷോയിൽ എന്ത് വാങ്ങിച്ചാലും ഒരു സൈസ് കൂട്ടി എടുക്കുന്നതാണ് ബെറ്റർ. പക്ഷെ എനിക്കെന്തോ
കുറച്ചെടുക്കണമെന്നും തോന്നുന്നു പറ്റും. അങ്ങനെയാണ് ഞാൻ 32 ഓർഡർ ചെയ്തത്. പക്ഷെ അതും എനിക്ക് ലൂസാണ്. അപ്പൊ ഇതൊരു 30 എടുക്കണമായിരിക്കും. എന്തായാലും ഞാൻ ഇത് ഓക്കെയാണ്, എനിക്ക് ഫിറ്റ് ആയിട്ട് ഇരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട്. എടുത്തതിന്റെ ആണോ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഒരു ഇത്തിരി പോർഷൻ സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അതിന് ഞാൻ വാങ്ങിയതിന് ശേഷമുള്ളതാണോ അതോ വന്നപ്പോഴേ അങ്ങനെയാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. എനിവേ കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, നോ പ്രോബ്ലം. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്തത് വന്നിട്ട് 300 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ഈ ഒരു സ്കേർട്ടാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുമ്പോഴേ നല്ല ഭംഗിയാണ്. ഇത് ഞാൻ ഒരുപാട് റീലിലും മീഷോയുടെ ഓരോരോ റിവ്യൂസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മേടിച്ചതാണ്. ഞാൻ എടുത്ത സ്കേർട്ടുകളെല്ലാം ഞാൻ അങ്ങനെ മേടിച്ച സ്കേർട്ടാണ്. ഇതും ഞാൻ 34 സൈസിനാണ് മേടിച്ചത്. 34 സൈസിന് എനിക്ക് പക്കായിരുന്നു. പിന്നെ ഇതിന്റെ തന്നെ 3 ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. 3 പർപ്പിളും പീച്ചും പിന്നെ ഈ മജന്ത ഡിസൈനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് പക്ഷേ ക്യാമറയിൽ കുറച്ചുകൂടി വേറൊരു ബ്രൈറ്റ് മജന്ത പോലെ അത് തോന്നുന്നു കേട്ടോ. നേരിട്ട് കുറച്ചുകൂടി ഒരു ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത്രയും ഡാർക്ക് ഇല്ല. വീഡിയോയിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കും നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നുന്നത്. ഇതിനും ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ നെല്ലടിക്കൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഷോർട്ട്സോ സ്കേർട്ടോ എന്തെങ്കിലും വെയർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി വൈറ്റ് ടോപ്പ് ആയിരിക്കും വെയർ ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് ഒരു വെസ്റ്റേൺ വെയർ ആണ്. ഇതും ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കട്ടാണ് കേട്ടോ. ഒരുപാട് എവിടെ പോയാലും ആളുകൾ വെയർ ചെയ്ത് കാണുന്ന ടൈപ്പ് ഓഫ് സ്കേർട്ടാണ്. ഇതിന്റെ പല പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, പർപ്പിൾ, ഗ്രീൻ, കുറെ കളർ ഉണ്ട്. ഒരുപാട് ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതും ഞാൻ വാങ്ങിക്കുന്നത് 34 രൂപയ്ക്കാണ്. അല്ലെ സോറി, ഇത് ഞാൻ വാങ്ങിക്കുന്നത് 34 ആണ് എന്റെ സൈസ് കേട്ടോ. സ്ട്രെച്ചബിൾ ആണ്. വൈറ്റിന്റെ കൂടെയോ ബ്ലൂ ഏതിന്റെ കൂടെ വേണം ബ്ലാക്ക് സ്കേർട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ആയാലും റെഡ് ആയാലും ഗ്രീൻ ആയാലും ലൈറ്റ് ഗ്രീൻ ഒക്കെ കൊള്ളാം, അടിപൊളിയായിരിക്കും. ഇതിനും ലൈനിങ് ഇല്ല. ഞാൻ എടുത്ത ഒരു സ്കേർട്ടിനും ലൈനിങ് ഇല്ലാത്തതാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന്റെ റേറ്റ് 261 രൂപയാണ് കേട്ടോ. ഇപ്പോഴും വിലയിൽ വ്യത്യാസമൊന്നുമില്ല, ആ വില തന്നെയാണ്. ഇത് ഞാൻ ആക്ച്വലി വാങ്ങിക്കുന്നത് കുറച്ച് നാളായി. ഇത് വാങ്ങിച്ചിട്ട് ഒരു 4-5 മാസത്തിന് മേളിലായിട്ടോ. ഇതിൽ 1-2 ടോപ്പേ ഉള്ളൂ ഞാൻ അടുത്തിടെ വാങ്ങിയിട്ട്. ബാക്കിയെല്ലാം ഞാൻ വാങ്ങിയിട്ട് കുറെ നാളായി. ഇതും കുറച്ച് വാഷസ് ഒക്കെ കഴിഞ്ഞതാണ്. ഇതിന്റെ മെറ്റീരിയലും വന്നിട്ട് ക്രേപ്പ് ആണ്. ഇത് വന്നിട്ട് ഇപ്പൊ കാണിച്ചത് ഈ ബ്ലാക്കിന്റെ സെയിം സാധനമാണ്. റെഡ് ബ്ലാക്ക് എടുത്തതിന് ശേഷം വാങ്ങിയിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ. ഇതിന്റെയും റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. 261 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ ഇത് മേടിക്കുന്നത്. എനിക്ക് റെഡ്, ബ്ലാക്ക്, വൈറ്റ് ഈ ഒരു പാറ്റേണിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഞാനിപ്പോ കാണിച്ചത്. എനിക്ക് കൂടുതൽ അങ്ങനത്തെ പാറ്റേൺ കളറിലുള്ള ഡ്രസ്സസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള. 3 കളേഴ്സാണ്, ബ്ലാക്കും വൈറ്റും റെഡും. ഇത് ഞാൻ 32 സൈസിനാണ് മേടിച്ചത് കേട്ടോ. 32 സൈസിനാണ് ഞാനിത് മേടിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വൈറ്റിന്റെ കൂടെയും ബ്ലാക്കിന്റെയും കൂടെ ഒക്കെ വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ 6 സ്കേർട്ട്സ് റിവ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കേർട്ട് ഏതാണെന്ന് കമന്റിലൂടെ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കേർട്ട് ഏതാണെന്ന് കൂടി നിങ്ങളൊന്ന് ഗസ് ചെയ്യാമോ? പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റിലൂടെ പറയാം. എന്റെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.